ഹലോ ഹായ് എല്ലാ കൂട്ടുകാർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ. അപ്പോൾ നമ്മളിന്ന് കുറച്ച് പക്കവട ഉണ്ടാക്കുകയാണ് കേട്ടോ. അപ്പോൾ പലിച്ചൊക്കെ എണീച്ചപ്പോൾ അങ്ങനെ കുഴച്ച് വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ മോനിക്ക് കോളേജിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ കുറച്ച് മൈദയും പിന്നെ കടലമാവും ഒക്കെ കൂടി എടുത്തിട്ടാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഫുള്ള് കടലമാവായിട്ടല്ല, കുറച്ചുള്ളൂ. കടലമാവ് കുറച്ച് ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ മൈദയും കടലമാവും കൂട്ടിയിട്ടാണ് പക്കവട ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം കുഴച്ച് വെച്ചാൽ മോന് കോളേജിൽ പോകുന്ന ടൈം ആകുമ്പോഴേക്കിനും പിന്നെ മാവൊന്ന് പൊങ്ങി വരുമല്ലോ. അപ്പോൾ പിന്നെ വേഗം ചൂടോടെ ഉണ്ടാക്കി കൊടുത്തേക്കാന്ന് വെച്ചിട്ടാണ് കേട്ടോ. മക്കൾക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ പലഹാരം കാര്യങ്ങളൊക്കെ. അപ്പോൾ പിന്നെ ഇതിൻ്റെ മുന്നേ പ്രാവശ്യം കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി ലാസ്റ്റ് നോമ്പായില്ലേ ഇനി, അപ്പോൾ കൊണ്ടുപോകാനൊന്നും പറ്റില്ലല്ലോ. അപ്പോൾ രാവിലെ തന്നെ ഉണ്ടാക്കി കൊടുക്കാമെന്ന് വെച്ചിട്ട് ഞാൻ ഉള്ളി പച്ചമുളകൊക്കെ ഒന്ന് ചോപ്പ് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതേപോലെ തന്നെ ഞാൻ ആദ്യം പിന്നെ പാക്കണയിലാകുന്ന സമയത്ത് കുന്നലാടിക്ക് തയ്യൽ പഠിക്കാൻ പോയിരുന്നു കേട്ടോ. ഒരു മാസം 1.5 മാസമായി പോയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ആ സമയത്ത് ഇതേപോലെ നോമ്പ് വന്നായിരുന്നു. അപ്പോൾ അവിടെ ചേച്ചിമാരും തയ്യൽ പഠിക്കാൻ വന്നിരുന്നു. കുട്ടികളൊക്കെ ഉണ്ടാകുമ്പോൾ ഇതേപോലെ ഓരോ കടികളും പത്തിരി, ഇറച്ചിക്കറി അങ്ങനെ ഓരോ സാധനങ്ങളൊക്കെ നോമ്പാകുമ്പോൾ ഞാൻ ഉണ്ടാക്കി കൊണ്ടു കൊടുക്കും കേട്ടോ. അപ്പോൾ അവരും ഓരോരോ സാധനങ്ങളൊക്കെ ഇങ്ങനെ കൊണ്ടുവരും. അപ്പോൾ ഞങ്ങളിങ്ങനെ എല്ലാവരും തിന്നു കേട്ടോ. അപ്പോൾ ഇങ്ങനെ ചേച്ചിമാർ പറയും, ഇപ്പോൾ ഇവിടെ തയ്യൽ പഠിക്കലല്ല നടക്കുന്നത്, എല്ലാവരും ഫുഡ് കൊണ്ടുവന്ന് തിന്നൽ മാത്രമേ ഉള്ളൂല്ലോ നടക്കുന്നതെന്നൊക്കെ പറയും കേട്ടോ. അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ അതൊക്കെ ഓർമ്മ വന്നു കേട്ടോ. അപ്പോൾ ആരും തെറ്റിദ്ധരിക്കരുത് കേട്ടോ. ഭക്ഷണം കൊണ്ടുപോയി ഞങ്ങളും തിന്നു എന്ന് പറയുമ്പോൾ നോമ്പിൻ്റെ സമയത്തല്ലാത്ത സമയത്ത് ആണ് പിന്നെ വേറെ സാധനങ്ങളൊക്കെ കൊണ്ടുപോയിട്ട് അങ്ങനെ തിന്നത് കേട്ടോ. നോമ്പിൻ്റെ സമയത്ത് ഞങ്ങൾ തിന്നാനൊന്നും നിന്നിട്ടില്ല കേട്ടോ. ഇനി ആരും തെറ്റിദ്ധരിക്കേണ്ട. അപ്പോൾ നമ്മളെ പക്കവട മാവിൽ പിന്നെ കുറച്ച് മുളകും പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അപ്പസോഡയും ഒക്കെ ചേർത്തിട്ട് നല്ലൊന്ന് കുഴച്ച് വെക്കാം. അപ്പോൾ ഇപ്പോൾ ഒരു 5:30 മണി ആയിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരു 8:30 മണിയൊക്കെ ആകുമ്പോൾ ചൂടുകയാണെങ്കിലും മോനിക്ക് 9 മണിയാകുമ്പോൾ കൊണ്ടുപോകാം. അപ്പോൾ മക്കൾക്ക് ചൂടോടെ തിന്നാലോ വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാൻ പക്കവടക്കുള്ള മാവ് കുഴച്ച് റെസ്റ്റ് ചെയ്യാനൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് കടയിൽ പോയി ഒരു കാക്കാൻ്റെ അടുത്ത് തിരക്കൊക്കെ കൂടി പിന്നെ അവിടുന്ന് പോയ വഴിയൊന്നും അറിയാതെ തെറ്റി അങ്ങനെ നടക്കുകയായിരുന്നു കേട്ടോ. പിന്നെ ഞാൻ ആ ഒരു വഴി കാണുമ്പോൾ ആ വഴി നമുക്ക് അറിയും എന്ന് പറഞ്ഞിട്ട് അതിലെ പോകാൻ നോക്കും. അതിലെ പോകുമ്പോൾ അത് ചിലപ്പം അങ്ങോട്ടെത്തുമ്പോൾ നമുക്ക് വഴി തന്നെ അറിയില്ല. അങ്ങനെ പല വഴി കൂടെയൊക്കെ പോയി വഴി അറിയാതെയൊക്കെ അങ്ങനെ തെറ്റി നടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാൻ വന്നപ്പോഴേക്കിന് 8:30 മണി 8:45 കേട്ടോ. അപ്പോൾ ഇത് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഞാൻ മാവ് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ടൊന്ന് പോയി കിടന്നുറങ്ങി കേട്ടോ. അപ്പോൾ ആ ഉറക്കത്തിലാണ് ഞാൻ കടയിൽ പോയതും ഒരു കാക്കാനായിട്ട് തിരക്കൂടിയതും വന്നതും ഒക്കെ കേട്ടോ. അപ്പോൾ ഞാൻ ഈ പക്കവടക്ക് ചട്നിയോ അല്ലെങ്കിൽ ഒരു ചമ്മന്തി എന്തെങ്കിലുമൊക്കെ അരച്ച് കൊടുത്തു വിടണമെന്നൊക്കെ വിചാരിച്ചിട്ടോ. അപ്പോൾ 8:45 ഞാൻ ഉണർന്നത്. പിന്നെ ഞാൻ വേഗം ഉണ്ടാക്കി മോനിക്ക് പാത്രത്തിലാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ എൻ്റെ സ്വപ്നങ്ങൾ എപ്പോഴും അങ്ങനെയാണ് കേട്ടോ. അല്ലെങ്കിൽ വല്ല കുണ്ടിലോ കുഴിയിലോ പോയി പെട്ടിട്ട് കയറാൻ പറ്റാത്തൊരവസ്ഥ അങ്ങനെയൊക്കെയാണ് കേട്ടോ സ്വപ്നങ്ങൾ. ഇതൊക്കെ എന്താ അങ്ങനെ സ്വപ്നം കാണുന്നതൊക്കെ ഒന്ന് അതിൻ്റെ കാരണമൊക്കെ ഒന്ന് പറഞ്ഞു തരും കേട്ടോ. അപ്പോൾ എപ്പോഴും കാണുന്നതാണ് ഇങ്ങനത്തെ സ്വപ്നങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ മോൻ്റെ അടുത്ത് പാത്രത്തിലാക്കി കൊടുത്ത് മോന് പോവാണ് കേട്ടോ. അപ്പോൾ ഇന്നത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്.